കേരളത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയും റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർമാർക്ക് കനത്ത അനുഭവ പാഠവുമായി എത്തുകയാണ് പ്രശസ്തനായ വെള്ളത്തിലാശാൻ എന്ന ജയദീപ്. എന്തു വന്നാലും പ്രളയജലത്തിലൂടെയോ വൻ വെള്ളക്കെട്ടുകളിലൂടെയോ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ മുന്നോട്ടെടുക്കരുത് എന്നും ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചാൽ ഉന്നത അധികാരികളും സ്ഥാപനങ്ങളും നിങ്ങളെ ഒറ്റപ്പെടുത്തി മുഴുവൻ ഉത്തരവാദിത്വവും ഡ്രൈവറുടെ തലയിൽ കെട്ടിവെക്കുമെന്നും ജയദീപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. 2021 മഹാപ്രളയകാലത്ത് ഈരാറ്റുപേട്ട ഡിപ്പോയിലെ ഡ്രൈവറായിരിക്കെ പൂഞ്ഞാറിലെ പ്രളയജലത്തിലേക്ക് സാഹസികമായി ബസ് ഇറക്കി ഓടിച്ചതോടെയാണ് ജയദീപ് വൈറലാവുകയും പിന്നീട് വെള്ളത്തിലാശാൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. എന്നാൽ അന്ന് കാട്ടിയ ആ സാഹസികതയ്ക്ക് പിന്നാലെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കടുത്ത നിയമ പോരാട്ടങ്ങളും അച്ചടക്ക നടപടികളും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ സഹപ്രവർത്തകരായ ഡ്രൈവർമാർക്ക് അടിയന്തര മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം മഴക്കെടുതിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും സമയങ്ങളിൽ സാഹസികതയ്ക്ക് മുതിരാതെ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ സുരക്ഷിതമായി നിർത്തിയിടുന്നതാണ് ബുദ്ധിയെന്ന് ജയദീപ് സ്വന്തം അനുഭവത്തിൽ നിന്നും ഓർമ്മിപ്പിക്കുന്നു. അന്ന് പ്രളയജലത്തിൽ ബസ് ഇറക്കിയതിന്റെ പേരിൽ ഇന്നും കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്നും ഈ വഴക്കിനും കേസിനുമായി ഇതുവരെ തന്റെ പക്കൽ നിന്നും 13 ലക്ഷത്തോളം രൂപ ചെലവായി കഴിഞ്ഞുവെന്നും ജയദീപ് തുറന്നു പറയുന്നു. കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റിന്റെ ഇരട്ടത്താപ്പിനെയും സമീപനത്തെയും രൂക്ഷമായ ഭാഷയിലാണ് ഇയാൾ വിമർശിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളത്തിൽ വണ്ടി കുടുങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ മാനേജ്മെന്റ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിൻവാങ്ങുകയും മുഴുവൻ കുറ്റവും ഡ്രൈവറുടെ മാത്രം തലയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമെന്നും ഇയാൾ ഓർമ്മിപ്പിച്ചു. സ്വകാര്യ ബസ് മേഖലയുമായി കെ.എസ്.ആർ.ടി.സിയുടെ ഈ സമീപനത്തെ താരതമ്യം ചെയ്തുകൊണ്ടും ജയദീപ് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ബസ് മുതലാളി തങ്ങളുടെ ഡ്രൈവർ വെള്ളക്കെട്ടിൽ വണ്ടി കുടുക്കിയാൽ ഒരിക്കലും ആ ജീവനക്കാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൊടുക്കാൻ പോലീസിനെ സമീപിക്കില്ലെന്നും എന്നാൽ സ്വന്തം സ്ഥാപനം ഡ്രൈവർമാരെ എങ്ങനെ വേട്ടയാടുന്നു എന്നതിന്റെ തെളിവാണ് തനിക്ക് സംഭവിച്ചതെന്നും ഇയാൾ പറയുന്നു. 2021 ഒക്ടോബർ 16 ജയദീപിന്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. 14ഓളം യാത്രക്കാരുമായി മുണ്ടക്കയത്ത് നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് സർവീസ് നടത്തുന്നതിനിടയിലാണ് പൂഞ്ഞാർ പള്ളിയുടെ മുന്നിലെ വലിയ വെള്ളക്കെട്ടിലേക്ക് ജയദീപ് ബസ് ഓടിച്ചു കയറ്റിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ നിമിഷം നേരം കൊണ്ട് ഇന്റർനെറ്റിൽ തരംഗമാവുകയും പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. തുടർന്ന് കെ.എസ്.ആർ.ടി.സി അധികാരികൾ നൽകിയ പരാതിയിൽ പൊതുമുതൽ നശിപ്പിച്ചുവെന്ന ഗുരുതര കുറ്റം ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രളയജലത്തിൽ ബോധപൂർവം വണ്ടി ഇറക്കി 5.33 ലക്ഷം രൂപയുടെ വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി എന്നായിരുന്നു മാനേജ്മെന്റിന്റെ ആരോപണം. യാത്രക്കാരുടെ ജീവൻ പണയപ്പെടുത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചുവെന്നും ആരോപിച്ച് ജയദീപിനെ തൊട്ടു പിന്നാലെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അന്ന് റോഡിൽ വലിയ തോതിൽ വെള്ളമില്ലെന്ന ധാരണയിലാണ് താൻ ബസ് മുന്നോട്ടെടുത്തതെന്നും എന്നാൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാനായി ബസ് അല്പസമയം നിർത്തിയിട്ടപ്പോൾ സമീപത്തെ ആറ്റിൽ നിന്നും പെട്ടെന്ന് ഇരച്ചെത്തിയ വെള്ളം കാരണം എഞ്ചിൻ ഓഫ് ആവുകയായിരുന്നു എന്നുമാണ് ജയദീപ് വ്യക്തമാക്കിയത്. പിന്നീട് സ്റ്റാർട്ടാകാതെ വന്നതോടെ നാട്ടുകാർ വടം കെട്ടി വലിച്ച് ബസ് മാറ്റുകയും യാത്രക്കാരെ സുരക്ഷിതമായി കരക്കെത്തിക്കുകയുമായിരുന്നു. അന്നത്തെ ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു ഡ്രൈവർക്കും ഈ ഗതി വരാതിരിക്കാനാണ് താൻ ഈ മുന്നറിയിപ്പുമായി എത്തിയതെന്നും ജയദീപ് കൂട്ടിച്ചേർക്കുന്നു.